നമസ്തേ. നമ്മുടെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പം എല്ലാവരും എക്സാമൊക്കെ എഴുതിയിട്ടിരിക്കുക. എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയോ എല്ലാവരും? കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് എഴുതിയോ എക്സാമെല്ലാം? എല്ലാം ഇത്തവണ റിട്ടേൺ എക്സാം ആയിരുന്നു അല്ലേ? എന്നാലും വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു, പഠിച്ചതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയെന്ന് വിചാരിക്കും. ഇനിയിപ്പം ആൻസർ ഷീറ്റുകളൊക്കെ ഞങ്ങളുടെ കിട്ടും, ഞങ്ങളത് വാല്യൂ ചെയ്തിട്ട് തിരികെ തരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. ടീച്ചറിൻ്റെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് അല്ലേ? എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ കാണുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് ടീച്ചർ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എന്നാലും ഉഴപ്പുള്ളവരുണ്ട്. അപ്പോൾ ഉഴപ്പാതൊക്കെ പഠിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അധ്യയന വർഷം തീരാറായി അല്ലേ? നമുക്കറിയാം COVID-19 ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു പാൻഡമിക് സിറ്റുവേഷനാണ്. അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ റെഗുലറായിട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ എന്നിരുന്നാലും നമ്മുടെ അധ്യയനം വെറുതെ കളയാതെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നന്നായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്തു. ആദ്യമൊക്കെ ഉഷാറായിട്ടിരുന്ന് പഠിച്ചു, പിന്നെ കുറച്ച് മടിയൊക്കെ വന്നു അല്ലേ? അമ്മമാരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങാൻ വന്നപ്പോൾ അമ്മമാരെ ടീച്ചർമാരൊക്കെ കണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു ഇപ്പം ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. അപ്പം മടിയൊന്നും കൂടാതെ പഠിക്കണം എല്ലാവരും കേട്ടോ. അപ്പം മടി വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കില്ല. നന്നായിട്ട് പഠിച്ചെങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വർഷം പഠിക്കാനുള്ളതെല്ലാം ഈ വർഷം തന്നെ പഠിക്കണം അല്ലേ? അപ്പോൾ അതായത് ഒരു വർഷം നമുക്ക് തീരാറായി. ഇനിയിപ്പോൾ ഇത് ജനുവരി ആയി അല്ലേ? 2021 ജനുവരി ആയി. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇപ്പോൾ ഒരു മാസം കൂടെ ഫെബ്രുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ചിൽ ആനുവൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആനുവൽ എക്സാമൊക്കെ നന്നായിട്ട് എഴുതി നല്ല മാർക്കൊക്കെ കിട്ടിയെങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. നമസ്തേ ബച്ചോ, हमें पिछली कक्षा में पाठ 9 वीरांगना रानी चेन्नम्मा नामक पाठ के पहली भाग पढ़ा है ना? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീരാംഗന റാണി ചെന്നമ്മ എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗം പഠിച്ചിരുന്നു. याद है हम क्या क्या हमें कहा था? रानी चेन्नम्मा कौन थी? बोलिए. रानी चेन्नम्मा काकतीय राजवंश की राजकुमारी थी. उनका जन्म कब और कहाँ हुआ था? उनका जन्म 23 अक्टूबर 1778 में दक्षिण के कित्तूर में हुआ था. उनके माता पिता कौन थे? उनके पिता का नाम राजा धूलप्पा और माता का नाम रानी पद्मावती था. राजा रानी ने उन्हें एक राजकुमारों के भांति पालन पोषण किया. रानी चेन्नम्मा को कौन कौन और किस किस भाषा ज्ञात थी? और रानी चेन्नम्मा किस किस भाषा की ज्ञाത थी? ഏതൊക്കെ ഭാഷ അവർക്ക് അറിയാമായിരുന്നു? റാണി ചെന്നമ്മको संस्कृत, मराठी, उर्दू, कन्नड़ आदि भाषा की ज्ञाता थी वो. इनके अतिरिक्त वो अस्त्र शस्त्र चलाने की निपुणता थी. അവർക്ക് അസ്ത്രശസ്ത്രങ്ങൾ, അതായത് ആയുധങ്ങൾ പരീക്ഷിക്കാനായിട്ട് അതിൻ്റെ ഉപയോഗങ്ങൾ, അതായത് യുദ്ധം ചെയ്യുന്നതിലുള്ള നിപുണതയും അവർക്ക് ഉണ്ടായിരുന്നു. उनका विवाह किसके साथ हुआ? उनका विवाह कित्तूर के राजा मल्लसर्ज के साथ हुआ. कित्तूर एक छोटा और स्वतंत्र राज्य था. मीनवाइल चेन्नम्मा को एक चेन्नम्मा ने एक पुत्र को जन्म दिया, पर जल्दी ही उनकी मृत्यु हुई. कुछ ही दिनों की बाद रानी चेन्नम्मा की
और कुछ ही दिनों में भी രാജാ ഭി ചൽ ബസെ और राजा की मृत्यु भी हुई थी. നമ്മൾ പഠിച്ചു അല്ലേ. റാണി ചെന്നമ്മയ്ക്ക് ഒരു പുത്രൻ ജനിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ആ കുഞ്ഞ് അധികം താമസിയാതെ കുഞ്ഞ് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം രാജാവും മരണപ്പെട്ടു. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അല്ലേ. ചിത്രമേ റാണി ചെന്നമ്മ युद्ध में थी. सैनिक के साथ युद्ध किया था ये चित्र में. देखिए, राजा मल्लसर्ज की मृत्यु के बाद उनकी बड़ी रानी रुद्रम्मा का पुत्र शिवलिंग रुद्रसर्ज गद्दी पर बैठा. मल्लसर्ज कौन थे? मल्लसर्ज रानी चन्नम्मा के പതി थे. പതി പിതാ മാനെ ഫാദർ, പതി മാനെ ഹസ്ബൻഡ് അല്ലേ. മാത്രം ഒരു വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം വാക്കിനുണ്ടാകുന്ന വ്യത്യാസം കണ്ടോ. പിത എന്ന് പറയുമ്പോൾ ഈക്ക് മാത്രം ലെഫ്റ്റ് വള്ളി കൊടുത്തിട്ട് പാ എഴുതി തായ്ക്ക് ദീർഘം കൊടുക്കുക. പിതാമാനെ ഫാദർ. ദെൻ പതി എന്ന് പറയുമ്പോഴോ പാ എഴുതി തായ്ക്ക് ലെഫ്റ്റ് വള്ളി കൊടുക്കുക. പതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭർത്താവാണ്, ഹസ്ബൻഡാണ്. നോക്കിക്കേ, അപ്പം അവരുടെ ഭർത്താവും മരിച്ചു, മകനും മരിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. രാജാ മല്ലസർജ് കി മൃത്യു കെ ബാദ് ഉൻകി ബഡി റാണി, അതായത് ഈ മല്ലസർജ് മരിച്ചതിന് ശേഷം അവരുടെ മുതിർന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, മുതിർന്ന റാണിയായ രുദ്രമ്മ എന്ന് പറയുന്ന. കണ്ടോ, ഇതിനകത്തെല്ലാം കണ്ടോ ഇതിനകത്തെല്ലാം കൂട്ടക്ഷരങ്ങളാണ് വരുന്നത് അല്ലേ. ദ്വിത്വവ്യഞ്ജനാണ് വരുന്നത്. മല്ലസർജ്, രുദ്രമ്മ അല്ലേ, ചെന്നമ്മ എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഈ രുദ്രമ്മ എന്ന് പറയുന്ന മൂത്ത റാണിയുടെ പുത്രനായ ശിവലിംഗ് ആയിരുന്നു പിന്നീട് രുദ്രസർജ്. അതായത് രുദ്രസർജ് എന്ന് പറയുന്ന രുദ്രമ്മയുടെ മകനായ ശിവലിംഗ രുദ്രസർജ് എന്ന് പറയുന്ന മകൻ ഗദ്ദി പർ ബൈഠ. ഗദ്ദി മാനെ ത്രോൺ. ആ എന്തായാലും പറയുന്നത് രാജസിംഹാസനം, അതിനാണ് ഗദ്ദി എന്ന് പറയുന്നത്. ആ സിംഹാസനത്തിൽ പിന്നീട് ആരാണ് ഭരണത്തിലിരുന്നത്? അവരുടെ മൂത്ത റാണിയായ രുദ്രമ്മയുടെ മകനായ ശിവലിംഗ രുദ്രസർജ്. वो റാണി ചെന്നമ്മ की मदद से राजकाज चलाने लगा. ഈ റാണി ചെന്നമ്മയുടെ ഉപദേശപ്രകാരം, മദത് മീൻസ് ഹെൽപ്പ്, റാണി ചെന്നമ്മയുടെ ഹെൽപ്പോടുകൂടി ഈ മൂത്ത ചേച്ചിയുടെ രുദ്രമ്മയുടെ മകനായ ശിവലിംഗ രുദ്രസർജ് രാജ്കാജ് ചലാനെ ലഗ. രാജ്കാജ് മീൻസ് രാജഭരണം നടത്താനായിട്ട് തുടങ്ങി. ശിവലിംഗക്ക് കോയി സന്താൻ നഹി ഥി. ഈ ശിവലിംഗ രുദ്രസർജ് വിവാഹിതനായി. അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായില്ല. സന്താൻ മീൻസ് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഉസ്നെ ഏക് ബാലക്കോ ഗോദ് ലിയ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കുട്ടിയെ, ബാലക്കോ ഗോദ് ലിയ എന്ന് പറഞ്ഞാൽ എന്താ? ദത്തെടുക്കുക അല്ലേ. ഈ ശിവലിംഗൻ ഒരു കൊച്ചു കുട്ടിയെ ദത്തെടുത്തു. കുച്ച് ദിനോം ബാദ് ശിവലിംഗക്ക് ഭി മൃത്യു ഹോ ഗയി. കണ്ടോ, അവരുടെ കുടുംബത്തിൽ ആകപ്പാടെ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഈ ശിവലിംഗം മരണപ്പെട്ടു. അബ് റാണി ചെന്നമ്മ കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ചെറിയ കുട്ടിയാണ്, അതിന് ഭരണത്തിനൊന്നും കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജസിംഹാസനം വീണ്ടും ഒഴിഞ്ഞു. അവിടെ ആരും ഭരണത്തിനിരിക്കാനായിട്ടില്ല. ആ സമയത്ത് എന്ത് ചെയ്തു? അപ്പോൾ റാണി ചെന്നമ്മ രാജ്യക്ക കാംകാജ് സംഭാലനെ ലഗി. പിന്നീട് റാണി ചെന്നമ്മ എന്ത് ചെയ്തു? രാജ്യഭരണം ഏറ്റെടുത്തു. സംഭാലന എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിക്കുക അല്ലെ, കൺട്രോൾ ചെയ്യുക. ആ രാജ്യഭരണം നമ്മുടെ ചെന്നമ്മ ഏറ്റെടുത്തു. മറ്റാരുമില്ല. കാരണം അവരെ ചെറുതിലെ ഒരു ആൺകുട്ടിയെ പോലെയാണ് അവരുടെ മാതാപിതാക്കൾ അവളെ വളർത്തിയിരുന്നത്. ആയുധ അഭ്യാസ കലകളിലൊക്കെ അവർ നിപുണയായിരുന്നു. യുദ്ധമൊക്കെ ചെയ്യാൻ ചെറുതിലെ തന്നെ പഠിച്ചിരുന്നു. അതും ഉപകാരമായി അല്ലേ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പിന്നീടുള്ള ആ രാജ്യം ഭരിച്ചത് ആരായിരുന്നു? കിത്തൂർ എന്ന രാജ്യം ഭരിച്ചത്. അങ്ങനെയാണ് റാണി ചെന്നമ്മ കിത്തൂർ എന്ന രാജ്യത്തിൻ്റെ റാണിയായിട്ട് മാറിയത്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, കിത്തൂർ എന്ന രാജ്യത്തിൻ്റെ കാകതീയ രാജവംശത്തിലെ കിത്തൂർ എന്ന രാജവംശത്തിൻ്റെ റാണിയായിരുന്നു റാണി ചെന്നമ്മ. അപ്പോൾ റാണി ചെന്നമ്മ എങ്ങനെയാണ് ഭരണത്തിലേക്ക് വന്നത്? അവരുടെ ഭർത്താവ് മരിച്ചു, മകൻ മരിച്ചു. അതിനുശേഷം മൂത്ത റാണിയായ രുദ്രമ്മയുടെ മകൻ ശിവലിംഗ രുദ്രസർജ്, രുദ്രമ്മയുടെ മകനായ ശിവലിംഗൻ പിന്നീട് സിംഹാസനത്തിൽ വന്നു, അതായത് ഭരണത്തിൽ വന്നു.
അപ്പോഴെന്ത് ചെയ്തു? പിന്നീട് റാണി ചെന്നമ്മയുടെ സഹായത്തോടു കൂടി അദ്ദേഹം ഭരണം നടത്തി. അദ്ദേഹത്തിനും ഭാവിയിലും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു മകനെ ദത്തെടുത്തു. അതിനുശേഷം കുറേ അധികം വൈകാതെ തന്നെ നമ്മുടെ ശിവലിംഗ രുദ്രസർജിൻ്റെ മരണവും സംഭവിച്ചു. അതോടെയാണ് നമ്മുടെ റാണി ചെന്നമ്മ എന്ത് ചെയ്തത്? ഭരണത്തിലേക്ക് വന്നത്, അധികാരത്തിൽ വന്നത്. देखिए, अंग्रेजों की नज़र इस छोटे से राज्य पर पड़ी. शिवलिंग के मरते ही सन 1824 में धारवाड़ के कलेक्टर धैकरे ने अपने 500 सिपाहियों के साथ कित्तूर पर हमला कर दिया. रानी चन्नम्मा के सैनिकों ने धैकरे को खदेड़ दिया. वो अकेले ही अंग्रेजों पर भारी पड़ी. सचमुच ही वीरांगना थी റാണി ചെന്നമ്മ. കണ്ടോ? देखिए, अंग्रेजों की नज़र, अंग्रेज माने ബ്രിട്ടീഷുകാർ അല്ലേ? ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നസർ ദൃഷ്ടി, അവരുടെ നോട്ടം ഈ ഛോട്ടേ സേ രാജ്യപ്പർ പടി, ഈ ചെറിയ രാജ്യം, നമ്മൾ നേരത്തെ പറഞ്ഞു കിത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നോട്ടം ഈ രാജ്യത്തിലേക്ക് പതിഞ്ഞു. ഈ രാജ്യം കൂടെ പിടിച്ചടക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ശിവലിംഗക്കെ മർത്തേഹി സൻ 1824, കണ്ടോ? 1824 എന്തോ പറയുന്നേ? 1824 में ധാർവാഡ് കെ കളക്ടർ, ശിവലിംഗൻ്റെ മരണത്തിന് ശേഷം 1824 ധാർവാഡ് എന്ന് പറയുന്ന സ്ഥലത്തെ കളക്ടർ ധൈക്കരേനെ, അവിടുത്തെ കളക്ടർ ധൈക്കരെ എന്ന് പറയുന്ന ഒരു അധികാരി अपने 500 सिपाहियों के साथ कित्तूर पर हमला कर दिया. ആ സമയത്ത് ഒരു 500 പടയാളികളെയും കൊണ്ട് കളക്ടർ ധൈക്കരെ എന്ന് പറയുന്ന ആള് ഈ കിത്തൂറിലേക്ക് ആക്രമണത്തിനെത്തി. റാണി ചെന്നമ്മക്കെ സൈനികോംനെ ധൈക്കരേക്കോ ഖദേഡ് ദിയ. റാണി ചെന്നമ്മയുടെ സൈനികർ ഈ ധൈക്കരയെ ആ യുദ്ധത്തിൽ വധിച്ചു. ഖദേഡ് ദേന എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിനെ വധിച്ചു, വാളാൽ വധിച്ചു. വഹ അക്കേലേഹി അംഗ്രേസോം പർ ഭാരി പടി. അങ്ങനെ ബ്രിട്ടീഷുകാരോട് ഇവർ അക്കേലെ മീൻസ് എലോൺ, തനിയെ തന്നെ ബ്രിട്ടീഷുകാരോട് എന്ത് ചെയ്തു? യുദ്ധം ചെയ്ത് മുന്നേറി. സച്മുച്ച് ഹി വീരാംഗനാധി റാണി ചെന്നമ്മ, യഥാർത്ഥത്തിൽ വളരെ വീര അങ്കനയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകളിൽ ഏറ്റവും പ്രബലയായിരുന്നു, വളരെ ധൈര്യശാലിയും ധീര വനിതയായിരുന്നു ആര്? റാണി ചെന്നമ്മ. അവർക്ക് അസ്ത്രശസ്ത്രം അല്ലെങ്കിൽ ആയുധാഭ്യാസത്തിൽ നൈപുണ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വിൽ പവറും ഉണ്ടായിരുന്നു. നമുക്ക് എന്തിനും ഉള്ള വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും സാധ്യമാണ്, അസാധ്യമല്ല എന്നാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മോറൽ. നമുക്ക് എന്ത് നേടണമെങ്കിലും ലക്ഷ്യം വേണം, അതുപോലെ തന്നെ എന്ത് വേണം? വിൽ പവർ ഉണ്ടായിരിക്കണം. മനസാന്നിധ്യവും അതുപോലെ തന്നെ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തെയും വളരെ ഈസി ആയിട്ട് നേരിടാൻ കഴിയും എന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ആര്? റാണി ചെന്നമ്മ എന്ന് പറയുന്ന ഈ ഒരു കഥയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം. അപ്പോൾ റാണി ചെന്നമ്മ എന്ന് പറയുന്നത് ഒരു ധീര വനിതയായിരുന്നു. പുരുഷന്മാരോടൊപ്പം തന്നെ വളരെ കഴിവുള്ള, വളരെ ഊർജ്ജസ്വലയായ ഒരു വനിതയായിരുന്നു ആര്? ഒരു ധീര വനിതയായിരുന്നു റാണി ചെന്നമ്മ. അപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ധീര വ്യക്തിത്വമായിരുന്നു റാണി ചെന്നമ്മ. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ഭാഗത്താണെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന്, അപ്പോൾ ആരാണ് 1824 ഏത് വ്യക്തിയാണ് അല്ലെ ആരാണ് കിത്തൂർ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ എത്തിയത്? ആരുടെ നേതൃത്വത്തിലാണ്? കളക്ടർ ധൈക്കരെ के सैन्य 1824 में धारवाड़ और कित्तूर पर हमला दिया. उनके सामने रानी चन्नम्मा अकेले उन पर भारी पड़ी और उन पर हमला किया. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. നമുക്കതിൻ്റെ കുറച്ച് നോട്ട്സ് ഇപ്പോൾ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുത്ത സമയത്ത് കുറേ ഈ ഒരു ഭാഗത്തിലുള്ള വേർഡ് മീനിങ് ഒക്കെ ഞാനത് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അടുത്ത നോക്കിയാൽ രാജ്കുമാരി, പ്രിൻസസ്,
പാലൻ പോഷൻ ബ്രിങ് അപ്പ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. നിപുണ, എക്സ്പേർട്ട്, മൃത്യു, ഡെത്ത്, സന്താൻ, ചൈൽഡ് കുട്ടി, സഹയോഗി, കമ്പാനിയൻ. ദെൻ മുഹാവരെ നോക്കിക്കേ. ഐഡിയംസ് എന്ന് പറഞ്ഞാൽ എന്താ? ശൈലികൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ? ശൈലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ഇന്നർ മീനിങ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. നേരെ പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും അല്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ പറയും ഭയങ്കരമായിട്ട് വിശപ്പ് വരുമ്പോൾ നമ്മൾ എന്താ പറയുക? വയറ് കത്തുന്നു എന്ന് പറയാറില്ലേ? വയറ് കത്തുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിഭയങ്കരമായിട്ട് വിശക്കുന്നു എന്നാണ് അർത്ഥം. അതൊരു മുഹാവരയാണ്, അതൊരു ഐഡിയമാണ്. എന്ന് പറഞ്ഞ പോലെ ചൽ ബസ്ന എന്ന് പറഞ്ഞാൽ എന്താ? നടന്നു പോവുക, അല്ലെങ്കിൽ നടന്നങ്ങ് തീരുക. എന്താ പറയുക? മൃത്യു ഹോന, മരിക്കുക എന്നുള്ളതിൻ്റെ ഐഡിയ മുഹാവരയാണ് ചൽ ബസ്ന. അടുത്തത് ഖദേഡ് ദേന, ഭഗാദേന, ഓടിക്കുക അല്ലെങ്കിൽ വധിക്കുക, ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിനുള്ളത്. ധാവ ബോൽന, ഹംല കർണ. ധാവ ബോൽന എന്ന് പറഞ്ഞാൽ ഹംല കർണ, ആക്രമിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കിയേ, സഹി വികൽപ്പ് ചുനിയെ. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എടുത്ത് എഴുതണം. റാണി ചെന്നമ്മ കാ ജന്മ കിസ് രാജവംശമേ ഹുവ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാ, ഏത് രാജവംശത്തിലാണ് റാണി ചെന്നമ്മ ജനിച്ചത്? കാകതീയ രാജവംശമേ. റാണി ചെന്നമ്മ രാജ് കാജ് മേ കിസ്കി മദത് കർത്തി. ആരെ ആണ് റാണി ചെന്നമ്മ രാജ്യകാര്യങ്ങളിൽ സഹായിച്ചിരുന്നത്? ആരെയായിരുന്നു? റാണി ചെന്നമ്മ രാജ് കാജ് മേ കിസ്കി മദത് കർത്തി ഥി. ആരെയാണ് അവർ സഹായിച്ചിരുന്നത്? രാജ രുദ്രസർജ്. सन 1824 में കിത്തൂർ पर हमला किसने किया था? കണ്ടോ, 1824 കിത്തൂറിനെ ആക്രമിച്ചത് ആരായിരുന്നു? കളക്ടർ ധൈക്കരെ. അടുത്തത് ഇത് ക്രമത്തിൽ എഴുതാനാണ്. നമ്മൾ ആ പാഠഭാഗം വായിച്ചിട്ട് അത് 1 2 3 4 എന്ന് 1 2 3 4 എന്ന് നമ്പർ ഇടാനാണ്. ശിവലിംഗയ്ക്ക് കോയി സന്താൻ നഹീദി. ശിവലിംഗന് സന്താനങ്ങളില്ലായിരുന്നു. ചെന്നമ്മക്ക വിവാഹ രാജ മല്ലസർജ് കേസാത്ത്. അതായത് പാഠത്തിൽ തന്നിരിക്കുന്ന ഓർഡർ അനുസരിച്ച് സെൻറ്റൻസ് അതിൻ്റെ നമ്പർ ഇടാനാണ്. അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അത് ഞാൻ അടുത്ത ദിവസം തരാം. നിങ്ങൾ തനിയെ എഴുതാൻ ശ്രമിക്കുക. റാണി ചെന്നമ്മക്ക ജന്മ കബോർ കഹാ ഹുവാ ഥ. ഇന്ന് ഞാനത് പറഞ്ഞിരുന്നു. റാണി ചെന്നമ്മ എന്ന് എവിടെയാണ് ജനിച്ചത്? റാണി ചെന്നമ്മ കാ ജന്മ 23 अक्टूबर 1778 में कित्तूर में हुआ था. റാണി ചെന്നമ്മ കിൻ കിൻ ഭാഷാവുങ്കി ജ്ഞാതാതി. ഏതൊക്കെ ഭാഷകൾ അവർക്കറിയാമായിരുന്നു? റാണി ചെന്നമ്മക്കോ മറാഠി, ഉറുദു, കന്നഡ ആദി ഭാഷാവുങ്കി ജ്ഞാതാതി. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠഭാഗം ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അത് തനിയെ എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എഴുതാവുന്നവരല്ല ഇത് എഴുതാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ അയച്ചു തരുന്ന സമയത്ത് തെറ്റുള്ളത് തിരുത്തി എഴുതുക. റാണി ചെന്നമ്മക്ക് ജീവൻ സേ ഹമേം ക്യാ പ്രേരണ മിൽത്തി ഹേ. അത് ഞാൻ തരാം അല്ലേ? റാണി ചെന്നമ്മയുടെ ജീവിതത്തിൽ നിന്ന്, ഈ കഥയിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പ്രേരണയാണ് നമുക്ക് ലഭിക്കുന്നത്? പിന്നെ ജീവൻ കാ മഹത്വപൂർണ്ണ ഗുണ സാഹസേ ക്യോം അപ്നെ ശബ്ദോമേ ലിഖിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണ്ണമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ധൈര്യമാണ്. എന്തുകൊണ്ട്? അത് നമ്മുടെ ശബ്ദത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ദിവസം ഞാൻ തരുന്നുണ്ട്. എന്നാലും നിങ്ങളിതൊന്ന് തന്നെ എഴുതാനായിട്ടൊന്ന് ശ്രമിക്കുക. അടുത്ത ഈ ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന ഈ വേർഡ് മീനിങ്, പിന്നെ സഹി വികൽപ്പ്, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇപ്പം ക്വസ്റ്റ്യൻ ആൻസർ എഴുതണ്ട. വേർഡ് മീനിങ്ങും സഹി വികൽപ്പും നോട്ട്ബുക്കിലോട്ട് പകർത്തുക. പിന്നീട് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ടെക്സ്റ്റിനകത്ത് നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ ആൻസർ അയച്ചു തരുന്ന സമയത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. എന്നിട്ട് വേണം നോട്ട്ബുക്കിലേക്ക് അത് പകർത്താനായിട്ട്. അപ്പം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും നമസ്തേ.